ഏറ്റവും വലിയ ചിഹ്നഗ്രഹം സീറസ്. ചൊവ്വയ്ക്കും വ്യാഴത്തിനുമിടയിലുള്ള ചിഹ്നഗ്രഹ വലയത്തിലെ ഏറ്റവും വലിയ ചിഹ്നഗ്രഹമാണ് സീറസ്. ഇതിനെ ഒരു കുള്ളൻ ഗ്രഹമായും വർഗീകരിച്ചിട്ടുണ്ട്. ലിതാർജ് ഏതിന്റെ അയിരാണ്? കറുത്തിയം ലെഡ്. ലെഡിന്റെ ഒരു അയിരാണ് ലിതാർജ്, ലീഡ് മോണോക്സൈഡ്, PbO. ഇത് വിവിധ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു സംയുക്തമാണ്. ആദ്യത്തെ വള്ളത്തോൾ അവാർഡിന് അർഹനായത് പാലാ നാരായണൻ നായർ. 1991 ആദ്യമായി ഏർപ്പെടുത്തിയ വള്ളത്തോൾ പുരസ്കാരം നേടിയത് മഹാകവി പാലാ നാരായണൻ നായരാണ്. മലയാള സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനകളെയാണ് ഈ പുരസ്കാരം ആദരിക്കുന്നത്. ഋഗ്വേദം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് മാക്സ് മുള്ളർ. ജർമ്മൻ ഓറിയന്റലിസ്റ്റായ മാക്സ് മുള്ളർ ഋഗ്വേദം ഉൾപ്പെടെയുള്ള നിരവധി സംസ്കൃത ഗ്രന്ഥങ്ങൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു. ഇന്ത്യൻ തത്വചിന്തയും സംസ്കാരവും പാശ്ചാത്യ ലോകത്ത് എത്തിക്കുന്നതിൽ അദ്ദേഹത്തിന് വലിയ പങ്കുണ്ടായിരുന്നു. ഗാന്ധിജിയുടെ ഘാതകൻ നാഥുറാം വിനായക് ഗോഡ്സെ. മഹാത്മാഗാന്ധിയെ 1948 ജനുവരി 30 വെടിവെച്ചുകൊന്നത് നാഥുറാം വിനായക് ഗോഡ്സെയാണ്. ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും ദുഃഖകരമായ സംഭവങ്ങളിലൊന്നാണിത്. ലിറ്റിൽ ലാസ എന്ന് അറിയപ്പെടുന്നത് ധർമ്മശാല. ഹിമാചൽ പ്രദേശിലെ ധർമ്മശാല ടിബറ്റൻ ബുദ്ധമതത്തിന്റെ ആത്മീയ നേതാവായ ദലൈലാമയുടെ ആസ്ഥാനമായതിനാൽ ലിറ്റിൽ ലാസ എന്നറിയപ്പെടുന്നു. ടിബറ്റൻ സംസ്കാരത്തിന്റെ ഒരു പ്രധാന കേന്ദ്രമാണിത്. മഹായന ബുദ്ധമതക്കാർ ബുധനെ കണക്കാക്കിയിരുന്നത് ദൈവമായിട്ട്. ബുദ്ധമതത്തിന്റെ ഒരു പ്രധാന ശാഖയാണ് മഹായന ബുദ്ധമതം. ഈ വിഭാഗക്കാർ ബുധനെ ഒരു മഹാത്മാവായിട്ടല്ല, മറിച്ച് ഒരു ദൈവമായിട്ടാണ് ആരാധിക്കുന്നത്. ഓങ്കെ വർഗക്കാർ അധിവസിക്കുന്ന സ്ഥലം ആൻഡമാൻ. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ ഒരു ആദിവാസി വിഭാഗമാണ് ഓങ്കെ വർഗക്കാർ. അവർ വംശനാശ ഭീഷണി നേരിടുന്ന ഒരു സമൂഹമാണ്. ഒന്നാം ലോകമഹായുദ്ധം തുടങ്ങുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നത് ഹെർബർട്ട് ഹെൻറി ആസ്ക്വിത്ത്. 1908 മുതൽ 1916 വരെ. 1914 ഒന്നാം ലോകമഹായുദ്ധം ആരംഭിക്കുമ്പോൾ ഹെർബർട്ട് ഹെൻറി ആസ്ക്വിത്ത് ആയിരുന്നു ബ്രിട്ടന്റെ പ്രധാനമന്ത്രി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ബ്രിട്ടൻ യുദ്ധത്തിൽ പ്രവേശിച്ചു. 1 മൈൽ എത്ര കിലോമീറ്റർ? 1.609 കിലോമീറ്റർ. ദൂരം അളക്കുന്നതിനുള്ള ഒരു യൂണിറ്റാണ് മൈൽ. 1 മൈൽ ഏകദേശം 1.609 കിലോമീറ്ററിന് തുല്യമാണ്. ഏറ്റവും വലിയ ഇലയുള്ളത് ലഘുപത്രം. വിക്ടോറിയ റീജിയ. ആമസോൺ വാട്ടർ ലില്ലി എന്ന് അറിയപ്പെടുന്ന വിക്ടോറിയ റീജിയ എന്ന സസ്യത്തിനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഇലകളുള്ളത്. ഇതിന് ഏകദേശം 3 മീറ്റർ വരെ വ്യാസമുണ്ടാകാം. തിരഞ്ഞെടുപ്പിലൂടെ വീണ്ടും അധികാരത്തിൽ വന്ന ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി AB വാജ്പേയി. അടൽ ബിഹാരി വാജ്പേയി. 1996 പ്രധാനമന്ത്രിയായെങ്കിലും വിശ്വാസവോട്ട് നേടാനാകാതെ രാജിവച്ച അടൽ ബിഹാരി വാജ്പേയി 1998 1999 നടന്ന തിരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചു വീണ്ടും അധികാരത്തിൽ വന്നു. ഇത് തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ തിരിച്ചെത്തിയ ആദ്യ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയായി അദ്ദേഹത്തെ മാറ്റി. ഒരേസമയം ആസിഡിന്റെയും ക്ഷാരത്തിന്റെയും സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന പദാർത്ഥങ്ങൾക്ക് പറയുന്ന പേര് ആംഫോഡറിക്. ആംഫോഡറിക് പദാർത്ഥങ്ങൾക്ക് ആസിഡുകളുമായും ക്ഷാരങ്ങളുമായും പ്രതിപ്രവർത്തിക്കാൻ കഴിയും. അലുമിനിയം ഓക്സൈഡ്, സിങ്ക് ഓക്സൈഡ് എന്നിവ ആംഫോഡറിക് പദാർത്ഥങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. വഡോദരയുടെ പഴയ പേര് ബറോഡ. ഗുജറാത്തിലെ ഒരു പ്രധാന നഗരമായ വഡോദരയുടെ പഴയ പേരാണ് ബറോഡ. ഇത് ഗുജറാത്തിലെ സാംസ്കാരിക തലസ്ഥാനമായി അറിയപ്പെടുന്നു. ഭൂമിയുടെ കോൾഡ് സ്റ്റോറേജ് എന്നറിയപ്പെടുന്ന വൻകര അന്റാർട്ടിക്ക. ലോകത്തിലെ ഏറ്റവും തണുപ്പേറിയ വൻകരയാണ് അന്റാർട്ടിക്ക. അതിവിശാലമായ മഞ്ഞുമൂടിയ ഈ പ്രദേശം ഭൂമിയുടെ കാലാവസ്ഥാ നിയന്ത്രണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നതിനാൽ ഇതിനെ ഭൂമിയുടെ കോൾഡ് സ്റ്റോറേജ് എന്ന് വിളിക്കുന്നു. ബ്ലാക്ക് ഷർട്ട്സ് കരിങ്കുപ്പായക്കാർ എന്ന സംഘടന സ്ഥാപിച്ചത് ആര്? ബെനിറ്റോ മുസോളിനി.
ഇറ്റാലിയൻ ഫാസിസ്റ്റ് പാർട്ടിയുടെ അർദ്ധസൈനിക വിഭാഗമായിരുന്നു കരിങ്കുപ്പായക്കാർ, ബ്ലാക്ക് ഷർട്ട്സ്. ബെനിറ്റോ മുസോളിനിയുടെ നേതൃത്വത്തിൽ ഇവർ ഫാസിസ്റ്റ് ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും എതിരാളികളെ അടിച്ചമർത്തുകയും ചെയ്തു. ബാക്ടീരിയയെ കണ്ടുപിടിച്ചത് ല്യൂവൻഹോക്ക്, ആന്റൺ വാൻ ല്യൂവൻഹോക്ക്. ഡച്ച് ശാസ്ത്രജ്ഞനായ ആന്റൺ വാൻ ല്യൂവൻഹോക്ക് 17-ാം നൂറ്റാണ്ടിൽ തന്റെ സ്വന്തമായി നിർമ്മിച്ച മൈക്രോസ്കോപ്പിലൂടെയാണ് ബാക്ടീരിയകളെ ആദ്യമായി നിരീക്ഷിച്ചത്. അദ്ദേഹത്തെ മൈക്രോബയോളജിയുടെ പിതാവ് എന്ന് വിളിക്കുന്നു. പട്ടുവസ്ത്രം, കളിമൺ പാത്രങ്ങൾ എന്നിവ ആദ്യമായി ഉപയോഗിച്ച രാജ്യം ചൈന. പട്ടുനൂൽ ഉത്പാദനം, കളിമൺ പാത്രങ്ങളുടെ നിർമ്മാണം എന്നിവയിൽ പുരാതന ചൈനക്കാർക്ക് വലിയ വൈദഗ്ധ്യമുണ്ടായിരുന്നു. ഈ കണ്ടുപിടുത്തങ്ങൾ ചൈനയുടെ സാംസ്കാരികവും സാമ്പത്തികവുമായ വളർച്ചയിൽ വലിയ പങ്ക് വഹിച്ചു. ഭൂമിയിലെ പാളികളിൽ മധ്യത്തേത് മാഞ്ചിൽ. ഭൂമിയുടെ ഘടനയിൽ പുറന്തോടായ ക്രസ്റ്റിനും ഉൾഭാഗത്തുള്ള കാമ്പിനും ഇടയിലുള്ള പാളിയാണ് മാഞ്ചിൽ. ഭൂമിയുടെ വ്യാപ്തിയുടെ ഏകദേശം 84% ഈ പാളിയാണ്. ഭരണത്തിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടി വന്ന ഏക മുഗൾ ചക്രവർത്തി ഹുമയൂൺ. ഷേർഷാ സൂരിയുമായി നടന്ന യുദ്ധങ്ങളിൽ തോറ്റതിനെ തുടർന്ന് ഹുമയൂണിന് കുറച്ചുകാലം ഇന്ത്യ വിട്ട് പേർഷ്യയിൽ അഭയം തേടേണ്ടി വന്നു. പിന്നീട് അദ്ദേഹം തിരിച്ചുവന്ന് സാമ്രാജ്യം വീണ്ടെടുത്തു. ബാലിസ്റ്റിക് മിസൈൽ കണ്ടുപിടിച്ചത് വെർണർ വോൺ ബ്രൗൺ. ജർമ്മൻ അമേരിക്കൻ റോക്കറ്റ് ശാസ്ത്രജ്ഞനായിരുന്ന വെർണർ വോൺ ബ്രൗൺ ആണ് ബാലിസ്റ്റിക് മിസൈലുകളുടെ വികസനത്തിന് പ്രധാന സംഭാവനകൾ നൽകിയത്. ആധുനിക റോക്കറ്ററിയിലും ബഹിരാകാശ പര്യവേഷണത്തിലും അദ്ദേഹത്തിന് വലിയ പങ്കുണ്ട്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ജനിച്ച രാജ്യം പോളണ്ട്. പോളണ്ടിൽ ജനിച്ച കരോൾ വോയ്റ്റിലെയാണ് പിന്നീട് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയായി മാറിയത്. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും സ്വാധീനമുള്ള ആത്മീയ നേതാക്കളിൽ ഒരാളായിരുന്നു അദ്ദേഹം. ലോക്സഭയ്ക്ക് തുല്യമായ ഇംഗ്ലീഷ് പേര് ഹൗസ് ഓഫ് പീപ്പിൾ. ലോക്സഭയെ ജനങ്ങളുടെ സഭ അഥവാ ഹൗസ് ഓഫ് പീപ്പിൾ എന്നും വിളിക്കുന്നു. ഇത് ഇന്ത്യൻ പാർലമെന്റിലെ അധോസഭയാണ്. ഇവിടെ അംഗങ്ങളെ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നു. ഗോവയിലെ ഔദ്യോഗിക ഭാഷ കൊങ്കണി. ഗോവ സംസ്ഥാനത്തിലെ ഔദ്യോഗിക ഭാഷ കൊങ്കണിയാണ്. ഇൻഡോ ആര്യൻ ഭാഷാ കുടുംബത്തിൽപ്പെട്ട ഈ ഭാഷയ്ക്ക് തനതായ ലിപിയുണ്ടെങ്കിലും മലയാളം, കന്നഡ, ദേവനാഗരി ലിപികളും ഉപയോഗിക്കാറുണ്ട്. സംഘകാല ജനതയുടെ പ്രധാന ആരാധനാമൂർത്തി മുരുകൻ. സംഘകാലഘട്ടത്തിൽ ദ്രാവിഡ ജനതയുടെ പ്രധാന ആരാധനാമൂർത്തികളിൽ ഒരാളായിരുന്നു മുരുകൻ, വേലായുധൻ. അദ്ദേഹത്തെ യുദ്ധത്തിന്റെയും വിജയത്തിന്റെയും ദൈവമായി കണക്കാക്കിയിരുന്നു. ഡൽഹി സിംഹാസനത്തിൽ അവരോധിതയായ ആദ്യ വനിത റസിയ ബീഗം, റസിയ സുൽത്താന. ഡൽഹി സുൽത്താനേറ്റ് ഭരിച്ച ഏക വനിതാ ഭരണാധികാരിയായിരുന്നു റസിയ സുൽത്താന. 1236 മുതൽ 1240 വരെ അവർ ഡൽഹി ഭരിച്ചു. ബാഗ്ദാദ് ഏത് നദിയുടെ തീരത്താണ്? ടൈഗ്രിസ്. ഇറാഖിന്റെ തലസ്ഥാനമായ ബാഗ്ദാദ് ടൈഗ്രിസ് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. മെസൊപ്പൊട്ടേമിയൻ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്ന ഈ പ്രദേശം ചരിത്രപരമായി പ്രാധാന്യമുള്ളതാണ്. പാമ്പുകടിയേറ്റ് മരിച്ച പ്രശസ്തനായ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവ് പി. കൃഷ്ണപിള്ള. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായിരുന്ന പി. കൃഷ്ണപിള്ള 1948-ൽ പാമ്പുകടിയേറ്റ് മരിച്ചു. തൊഴിലാളി വർഗത്തിന്റെ അവകാശങ്ങൾക്കുവേണ്ടി അദ്ദേഹം പോരാടി. ഭൂമിയിൽ നിന്ന് നക്ഷത്രങ്ങളുടെ ദൂരം അളക്കുന്ന യൂണിറ്റ് പ്രകാശവർഷം. ബഹിരാകാശ വസ്തുക്കൾ തമ്മിലുള്ള ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് പ്രകാശവർഷം. ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണിത്. മനുഷ്യൻ കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ മൂലകം ടെക്നീഷ്യം. ആറ്റോമിക നമ്പർ 43 ആയ ടെക്നീഷ്യമാണ് മനുഷ്യൻ കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ മൂലകം. പ്രകൃതിയിൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ഇത് കാണപ്പെടുന്നുള്ളൂ. ഭൂമിയിൽ നിന്ന് ഏറ്റവും വലുപ്പത്തിൽ കാണാവുന്ന നക്ഷത്രം സൂര്യൻ. ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രമായതുകൊണ്ട് സൂര്യനെയാണ് നമുക്ക് ഏറ്റവും വലുപ്പത്തിൽ കാണാൻ സാധിക്കുന്നത്. ഇത് സൗരയൂഥത്തിന്റെ കേന്ദ്രമാണ്. ബ്ലാക്ക് ലെഡ് എന്നറിയപ്പെടുന്നത് എന്ത്?
ഗ്രാഫൈറ്റ്. കാർബണിന്റെ ഒരു രൂപാന്തരമായ ഗ്രാഫൈറ്റിനെ ബ്ലാക്ക് ലെഡ് എന്നറിയപ്പെടുന്നു. ഇത് പെൻസിലുകളിലും ലൂബ്രിക്കന്റായും വ്യാപകമായി ഉപയോഗിക്കുന്നു. ഭൂമിയിലെ ഏറ്റവും ആഴം കൂടിയ പ്രദേശം? മരിയാന ഗർത്തം. പസഫിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന മരിയാന ഗർത്തമാണ് ഭൂമിയിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം. ഇതിലെ ഏറ്റവും ആഴമേറിയ ഭാഗം ചലഞ്ചർ ഡീപ്പ് എന്നറിയപ്പെടുന്നു. സിന്ധുനദീതട നിവാസികൾ ആരാധിച്ചിരുന്ന പെൺദൈവം? മാതൃദേവത. സിന്ധുനദീതട സംസ്കാരത്തിലെ ആളുകൾ മാതൃദേവതയെയാണ് പ്രധാനമായും ആരാധിച്ചിരുന്നത്. ഈ സംസ്കാരത്തിൽ നിന്ന് ലഭിച്ച പുരാവസ്തു അവശിഷ്ടങ്ങൾ ഈ വിശ്വാസത്തെ സാധൂകരിക്കുന്നു. ലോക്സഭയിലെ ക്യാബിനറ്റ് പദവിയുള്ള ആദ്യത്തെ പ്രതിപക്ഷ നേതാവ്? വായബി ചവാൻ യശ്വന്ത്രാവു ബൽവന്ത്രാവു ചവാൻ. യശ്വന്ത്രാവു ബൽവന്ത്രാവു ചവാനാണ് ഇന്ത്യയിൽ ലോക്സഭയിലെ ക്യാബിനറ്റ് പദവിയുള്ള ആദ്യത്തെ പ്രതിപക്ഷ നേതാവ്. 1977-ലാണ് അദ്ദേഹത്തിന് ഈ പദവി ലഭിച്ചത്. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷെ എല്ലായിടത്തും അവൻ ചങ്ങലകളിലാണ്. ഇത് പറഞ്ഞത് ആര്? റൂസോ. ജീൻ ജാക്ക് റൂസോ. ഫ്രഞ്ച് തത്വചിന്തകനായ ജീൻ ജാക്വസ് റൂസോയുടെ ഏറ്റവും പ്രശസ്തമായ ഉദ്ധരണികളിൽ ഒന്നാണിത്. അദ്ദേഹത്തിന്റെ സോഷ്യൽ കോൺട്രാക്ട് എന്ന പുസ്തകത്തിൽ ഇത് കാണാം. ചെങ്കിസ് ഖാന്റെ യഥാർത്ഥ പേര്? തെമുജിൻ. മംഗോൾ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനും മഹാനായ നേതാവുമായിരുന്നു ചെങ്കിസ് ഖാൻ. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് തെമുജിൻ എന്നായിരുന്നു. ഏറ്റവും വലിയ ധമനി? അയോട്ട മഹാധമനി. ഹൃദയത്തിൽ നിന്ന് ഓക്സിജൻ അടങ്ങിയ രക്തം ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കുന്ന ഏറ്റവും വലിയ ധമനിയാണ് അയോട്ട അഥവാ മഹാധമനി. ഏറ്റവും വലിയ നക്ഷത്ര സമൂഹം? ഹൈഡ്ര. രാത്രി ആകാശത്ത് കാണുന്ന ഏറ്റവും വലിയ നക്ഷത്ര സമൂഹമാണ് ഹൈഡ്ര. ഇതിന് 100 ഡിഗ്രിയിൽ കൂടുതൽ നീളമുണ്ട്. കനിഷ്കന്റെ രണ്ടാം തലസ്ഥാനം? മധുര. കുശാന സാമ്രാജ്യത്തിലെ പ്രബലനായ ചക്രവർത്തിയായിരുന്ന കനിഷ്കന്റെ പ്രധാന തലസ്ഥാനം പുരുഷപുരമായിരുന്നു, പെഷവാർ. മധുര അദ്ദേഹത്തിന്റെ രണ്ടാം തലസ്ഥാനമായി പ്രവർത്തിച്ചു. ഇത് കലാ-സാംസ്കാരിക കേന്ദ്രമായിരുന്നു. കണ്ണിനകത്ത് അസാമാന്യ മർദ്ദമുളവാക്കുന്ന വൈകല്യം? ഗ്ലോക്കോമ. കണ്ണിനുള്ളിലെ മർദ്ദം കൂടുന്നതുകൊണ്ട് കാഴ്ച ഞരമ്പുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്ന ഒരു രോഗമാണ് ഗ്ലോക്കോമ. ഇത് ചികിത്സിച്ചില്ലെങ്കിൽ കാഴ്ച നഷ്ടപ്പെടാൻ ഇടയാക്കും. കണ്ണിന്റെ ഏത് ന്യൂനത പരിഹരിക്കാനാണ് സിലിണ്ട്രിക്കൽ ലെൻസ് ഉപയോഗിക്കുന്നത്? അസ്റ്റിഗ്മാറ്റിസം. കണ്ണിന്റെ ലെൻസിന്റെയോ കോർണിയയുടെയോ വളവിൽ വ്യത്യാസം വരുന്നതുമൂലമുണ്ടാകുന്ന കാഴ്ചത്തകരാറാണ് അസ്റ്റിഗ്മാറ്റിസം. സിലിണ്ട്രിക്കൽ ലെൻസുകൾ ഉപയോഗിച്ച് ഈ അവസ്ഥ പരിഹരിക്കാം. കരയിലെ ഏറ്റവും വലിയ മാംസഭോജി? ധ്രുവക്കരടി. ധ്രുവപ്രദേശങ്ങളിൽ കാണുന്ന ധ്രുവക്കരടികളാണ് കരയിലെ ഏറ്റവും വലിയ മാംസഭോജികൾ. ഇവയുടെ പ്രധാന ഭക്ഷണം സീലുകളും മറ്റ് സമുദ്രജീവികളുമാണ്. ജർമ്മനിയുടെ ആദ്യത്തെ വനിതാ ചാൻസലർ? ആംഗല മെർക്കൽ. 2005 മുതൽ 2021 വരെ ജർമ്മനിയുടെ ചാൻസലറായിരുന്ന ആംഗല മെർക്കൽ ജർമ്മനിയുടെ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ ചാൻസലറാണ്. ലോകത്തിലെ ഏറ്റവും ശക്തരായ നേതാക്കളിൽ ഒരാളായി അവർ കണക്കാക്കപ്പെടുന്നു. പെരിയാറിൽ ഏതു വർഷമുണ്ടായ വെള്ളപ്പൊക്കമാണ് മുസിരിസ് തുറമുഖത്തിന്റെ അധപതനത്തിന് കാരണമായത്? 1341. 1341-ൽ പെരിയാറിലുണ്ടായ വെള്ളപ്പൊക്കവും ഭൂമിശാസ്ത്രപരമായ മാറ്റങ്ങളും മുസിരിസ് തുറമുഖത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായി. പിന്നീട് കൊച്ചി തുറമുഖം പ്രാധാന്യം നേടി. അറ്റ്ലാന്റിക് സമുദ്രവുമായും പസഫിക് സമുദ്രവുമായും അതിർത്തി പങ്കിടുന്ന ഏക തെക്കേ അമേരിക്കൻ രാജ്യം? കൊളംബിയ. തെക്കേ അമേരിക്കൻ രാജ്യങ്ങളിൽ കൊളംബിയയ്ക്ക് മാത്രമാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിലും കരീബിയൻ കടൽ വഴി പസഫിക് സമുദ്രത്തിലും തീരങ്ങളുള്ളത്. ഇത് രാജ്യത്തിന് തന്ത്രപ്രധാനമായ ഒരു ഭൂമിശാസ്ത്രപരമായ സ്ഥാനം നൽകുന്നു. ഉമിനീർ ഗ്രന്ഥികൾ ഉത്പാദിപ്പിക്കുന്ന എൻസൈം? തയാലിൻ അമിലേസ്. ഉമിനീർ ഗ്രന്ഥികൾ ഉത്പാദിപ്പിക്കുന്ന ഒരു ദഹന എൻസൈമാണ് തയാലിൻ സലൈവറി അമിലേസ്. ഇത് വായിൽ വെച്ച് അന്നജത്തെ ദഹിപ്പിക്കാൻ തുടങ്ങുന്നു. രാഷ്ട്രീയ ഇന്ത്യൻ മിലിട്ടറി കോളേജ് എവിടെയാണ്?
ഡെറാഡൂൺ. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലാണ് രാഷ്ട്രീയ ഇന്ത്യൻ മിലിറ്ററി കോളേജ് RIMC സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ സൈന്യത്തിൽ ഓഫീസർമാരാകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇത് ഒരു പരിശീലന കേന്ദ്രമാണ്. രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ചു തുടങ്ങിയ വർഷം 1847. കേരളത്തിലെ ആദ്യത്തെ പത്രമായ രാജ്യസമാചാരം 1847 ഹെർമൻ ഗുണ്ടർട്ട് തലശ്ശേരിയിൽ നിന്ന് പ്രസിദ്ധീകരിച്ചു തുടങ്ങി. മലയാള പത്രപ്രവർത്തന ചരിത്രത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലായിരുന്നു ഇത്. ഇന്ത്യയും പാകിസ്ഥാനും സിംല ഉടമ്പടി ഒപ്പുവെച്ച വർഷം 1972. 1971 ഇൻഡോ പാക് യുദ്ധത്തിനു ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി 1972 സിംലയിൽ വെച്ച് ഈ ഉടമ്പടി ഒപ്പുവെച്ചു. ഇന്ദിരാഗാന്ധിയും സുൽഫിക്കർ അലി ഭൂട്ടോയും ഇതിൽ ഒപ്പുവെച്ചു. ഹേളി നാഷണൽ പാർക്ക് ഇപ്പോൾ അറിയപ്പെടുന്ന പേര് ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. 1936 സ്ഥാപിതമായ ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ഹേളി നാഷണൽ പാർക്ക്. പിന്നീട് ഇത് വേട്ടക്കാരനായ ജിം കോർബറ്റിന്റെ സ്മരണാർത്ഥം ജിം കോർബറ്റ് ദേശീയോദ്യാനം എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. കരയിലെ ഏറ്റവും വലിയ സസ്തനി ആഫ്രിക്കൻ ആന. കരയിലെ ഏറ്റവും വലിയ സസ്തനിയാണ് ആഫ്രിക്കൻ ആന. ഇവയുടെ വലിപ്പവും ശക്തിയും വളരെ വലുതാണ്. രാജാസാൻസി വിമാനത്താവളം എവിടെയാണ്? അമൃത്സർ. പഞ്ചാബിലെ അമൃത്സറിലാണ് ശ്രീ ഗുരു രാംദാസ് ജി അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. ഇത് രാജാസാൻസി വിമാനത്താവളം എന്നും അറിയപ്പെടുന്നു. അമൃത്സറിലേക്കും സമീപ പ്രദേശങ്ങളിലേക്കുമുള്ള പ്രധാന വ്യോമ കവാടമാണിത്. ചൊവ്വയുടെ ഏത് ഉപഗ്രഹമാണ് കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്നത്? ഫോബോസ്. ഫോബോസ് ചൊവ്വയുടെ 2 ഉപഗ്രഹങ്ങളിൽ ഒന്നാണ്. ഇതിന് ക്രമരഹിതമായ ആകൃതിയാണ്. ഇതിന്റെ ഇരുണ്ട പ്രതലം കറുത്ത ചന്ദ്രൻ എന്ന പേരിന് കാരണമാകുന്നു. ഭൂമിയുടേതിന് സമാനമായ ദിനരാത്രങ്ങളുള്ള ഗ്രഹം ഏതാണ്? ചൊവ്വ. ചൊവ്വയുടെ ഭ്രമണകാലം ഭൂമിയുടേതിന് സമാനമാണ്. ഇത് ഏകദേശം 24.6 മണിക്കൂറാണ്. ഭൂമിയുടെ ഒരു ദിവസത്തേക്കാൾ അല്പം കൂടുതലാണ്. കഴുത്ത് പൂർണ്ണവൃത്തത്തിൽ തിരിക്കാൻ കഴിയുന്ന പക്ഷി ഏത്? മൂങ്ങ. മൂങ്ങകൾക്ക് അവരുടെ കഴുത്ത് 270 ഡിഗ്രി വരെ തിരിക്കാൻ കഴിയും. ഇത് അവയുടെ കണ്ണുകൾക്ക് പരിമിതമായ ചലനമുള്ളതുകൊണ്ട് ചുറ്റുപാടും നന്നായി കാണാൻ സഹായിക്കുന്നു. കനിഷ്കന്റെ സദസ്സിലെ ഏറ്റവും പ്രഗത്ഭനായ പണ്ഡിതനാര്? അശ്വഘോഷൻ. അശ്വഘോഷൻ കുശാന രാജാവായ കനിഷ്കന്റെ സദസ്സിലെ ഒരു പ്രമുഖ ബുദ്ധ തത്വചിന്തകനും കവിയുമായിരുന്നു. ബുദ്ധചരിതം, സൗന്ദരാനന്ദം തുടങ്ങിയ കൃതികൾ അദ്ദേഹത്തിന്റേതാണ്. കവിരാജമാർഗം രചിച്ചത് ആര്? അമോഘവർഷൻ. കവിരാജമാർഗം 8-ാം നൂറ്റാണ്ടിൽ രാഷ്ട്രകൂട രാജാവായ അമോഘവർഷൻ ഒന്നാമൻ രചിച്ച കന്നഡ ഭാഷയിലെ ആദ്യത്തെ പ്രധാന സാഹിത്യഗ്രന്ഥങ്ങളിലൊന്നാണ്. ഇത് കവിതാരീതികളെക്കുറിച്ചുള്ള ഒരു പാഠപുസ്തകമാണ്. ശകവംശത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരി ആര്? രുദ്രദാമാവ്. പശ്ചിമ ക്ഷത്രപന്മാരിലെ പ്രമുഖനായ ഭരണാധികാരിയായിരുന്നു രുദ്രദാമാവ് ഒന്നാമൻ. ഗുജറാത്ത്, മാൾവ, സിന്ധ്, സൗരാഷ്ട്ര തുടങ്ങിയ പ്രദേശങ്ങൾ ഭരിച്ചിരുന്ന ഇദ്ദേഹം ജുനാഗഡ് ലിഖിതങ്ങളിലൂടെയാണ് പ്രശസ്തനായത്. ലോക്സഭ ആരംഭിച്ചാൽ ആദ്യത്തെ സെഷൻ ഏത്? ചോദ്യോത്തരവേള. ഇന്ത്യൻ പാർലമെന്റിലെ ഒരു പ്രധാന ഘടകമാണ് ചോദ്യോത്തരവേള. ലോക്സഭയുടെ ഓരോ സിറ്റിംഗിന്റെയും ആദ്യ മണിക്കൂർ ഇതിനായി മാറ്റിവച്ചിരിക്കുന്നു. അവിടെ എംപിമാർക്ക് ചോദ്യങ്ങൾ ചോദിക്കാനും മന്ത്രിമാർക്ക് ഉത്തരം നൽകാനും അവസരം ലഭിക്കുന്നു. ഹെർക്കുലീസിന്റെ സ്തൂപങ്ങൾ എന്നറിയപ്പെടുന്നത് എന്ത്? ജിബ്രാൾട്ടർ. ജിബ്രാൾട്ടർ കടലിടുക്കിന്റെ വശങ്ങളിലുള്ള 2 പർവ്വതങ്ങളാണ് ഹെർക്കുലീസിന്റെ സ്തൂപങ്ങൾ എന്നറിയപ്പെടുന്നത്. പുരാതന കാലത്ത് മെഡിറ്ററേനിയൻ കടലിന്റെ അറ്റമായി ഇതിനെ കണക്കാക്കിയിരുന്നു. ശകാരി എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്നത് ആര്? ചന്ദ്രഗുപ്തൻ രണ്ടാമൻ. ഗുപ്തസാമ്രാജ്യത്തിലെ ശക്തനായ ഭരണാധികാരിയായിരുന്ന ചന്ദ്രഗുപ്തൻ രണ്ടാമനാണ് ശകന്മാരെ പരാജയപ്പെടുത്തിയതിനെ തുടർന്ന് ശകാരി എന്ന പേരിൽ അറിയപ്പെട്ടത്. കാന്താരിയ മഹാദേവ ക്ഷേത്രം എവിടെയാണ്? ഖജുരാഹോ.
മധ്യപ്രദേശിലെ ഖജുരാഹോയിലുള്ള കാന്താരിയ മഹാദേവ ക്ഷേത്രം ചാന്ദേല രാജവംശം 10ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ്. അതിന്റെ അതിമനോഹരമായ വാസ്തുവിദ്യയ്ക്കും ശില്പങ്ങൾക്കും ഇത് പ്രശസ്തമാണ്. സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ ഭാരതീയനാര്? മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയുടെ ചിത്രമുള്ള സ്റ്റാമ്പ് 1948-ൽ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ പുറത്തിറക്കി. ഇത് അദ്ദേഹത്തോടുള്ള ആദരസൂചകമായിട്ടാണ്. കവിരാജ എന്ന് അറിയപ്പെട്ടത് ആര്? സമുദ്രഗുപ്തൻ. ഗുപ്തസാമ്രാജ്യത്തിലെ പ്രമുഖ ചക്രവർത്തിയായിരുന്ന സമുദ്രഗുപ്തൻ സംഗീതത്തിലും കവിതയിലും താൽപ്പര്യമുള്ളയാളായിരുന്നതുകൊണ്ട് കവിരാജ എന്ന പേരിൽ അറിയപ്പെട്ടു. അദ്ദേഹത്തിന്റെ നാണയങ്ങളിൽ വീണ വായിക്കുന്ന ചിത്രം കാണാം. സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ മലയാളി ആര്? ശ്രീനാരായണ ഗുരു. 1967-ൽ ശ്രീനാരായണ ഗുരുവിന്റെ ചിത്രമുള്ള തപാൽ സ്റ്റാമ്പ് ഇന്ത്യൻ സർക്കാർ പുറത്തിറക്കി. സാമൂഹിക പരിഷ്കർത്താവ് എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ സംഭാവനകളെ ഇത് അടയാളപ്പെടുത്തുന്നു. ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം ഏറ്റവും കൂടിയിരിക്കുന്ന ദിവസം ഏത്? ജൂലൈ 4. സൂര്യനിൽ നിന്ന് ഭൂമിക്ക് ഏറ്റവും കൂടുതൽ അകലം അനുഭവപ്പെടുന്ന ദിവസമാണ് അഫീലിയൻ. ഇത് സാധാരണയായി ജൂലൈ 4 ഓടടുത്താണ് സംഭവിക്കുന്നത്. കാലുകൊണ്ട് രുചിയറിയുന്ന ജീവി ഏത്? ചിത്രശലഭം. ചിത്രശലഭങ്ങൾക്ക് അവയുടെ കാലുകളിൽ രുചി അറിയാനുള്ള സംവേദനികളുണ്ട്. ഇത് പൂക്കളിൽ ഇരിക്കുമ്പോൾ തന്നെ അവയ്ക്ക് തേനിന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ സഹായിക്കുന്നു. കാളിന്തി എന്ന് പുരാണങ്ങളിൽ അറിയപ്പെട്ടിരുന്ന നദി ഏത്? യമുന. യമുന നദിക്ക് പുരാണങ്ങളിൽ കാളിന്തി എന്ന പേരുണ്ടായിരുന്നു. സൂര്യന്റെ മകളും യമന്റെ സഹോദരിയുമായി കാളിന്തിയെ വിശേഷിപ്പിക്കുന്നു. ശാസ്ത്രീയമായി മുയൽ വളർത്തുന്ന രീതിക്ക് പറയുന്ന പേര്? ക്യൂണികൾച്ചർ. മുയലുകളെ വ്യാവസായികാടിസ്ഥാനത്തിൽ വളർത്തുന്ന രീതിയാണ് ക്യൂണികൾച്ചർ. ഇത് മാംസത്തിനും രോമത്തിനും വേണ്ടിയുള്ള മുയൽ വളർത്തലിനെ സൂചിപ്പിക്കുന്നു. ലോക്സഭ ആദ്യമായി സമ്മേളിച്ചത് എന്ന്? 1952 മെയ് 13. 1952 ഏപ്രിൽ 17 രൂപീകൃതമായ ആദ്യ ലോക്സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1952 മെയ് 13 ജനാധിപത്യ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു സുപ്രധാന സംഭവമായിരുന്നു ഇത്. താജ്മഹൽ എവിടെ സ്ഥിതി ചെയ്യുന്നു? ആഗ്ര. മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ തന്റെ പത്നി മുംതാസ് മഹലിന്റെ സ്മരണയ്ക്കായി നിർമ്മിച്ച താജ്മഹൽ ഉത്തർപ്രദേശിലെ ആഗ്രയിൽ യമുന നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ചിലപ്പതികാരം രചിച്ചത് ആര്? ഇളങ്കോവടികൾ. സംഘകാലഘട്ടത്തിലെ 5 മഹാകാവ്യങ്ങളിൽ ഒന്നായ ചിലപ്പതികാരം ചേര രാജകുമാരനും ജൈന സന്യാസിയുമായ ഇളങ്കോവടികൾ രചിച്ചതാണ്. ഇതൊരു തമിഴ് ഇതിഹാസമാണ്. ജപ്പാനിലെ നാണയം ഏത്? യെൻ. ജപ്പാനിലെ ഔദ്യോഗിക കറൻസിയാണ് യെൻ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ വ്യാപാരം ചെയ്യപ്പെടുന്ന കറൻസികളിൽ ഒന്നാണിത്. സുവർണക്ഷേത്രത്തിൽ നിന്ന് ഭീകരരെ തുരത്താൻ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടത്തിയ വർഷം? 1984. 1984 ജൂൺ ആദ്യവാരം ഇന്ത്യൻ സൈന്യം അമൃത്സറിലെ സുവർണക്ഷേത്രത്തിൽ നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. ഖാലിസ്ഥാൻ വിഘടനവാദികളെ ക്ഷേത്രത്തിൽ നിന്ന് പുറത്താക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ഏത്? സൂര്യൻ. സൂര്യൻ നമ്മുടെ സൗരയൂഥത്തിലെ കേന്ദ്ര നക്ഷത്രമാണ്. ഭൂമിയിൽ നിന്ന് ഏകദേശം 150 ദശലക്ഷം കിലോമീറ്റർ ദൂരമുണ്ട്. ഭോപ്പാൽ ദുരന്തം നടന്ന വർഷം? 1984 ഡിസംബർ 3. 1984 ഡിസംബർ 2-നും 3-നും ഇടയിലുള്ള രാത്രിയിൽ മധ്യപ്രദേശിലെ ഭോപ്പാലിലുള്ള യൂണിയൻ കാർബൈഡ് ഫാക്ടറിയിൽ നിന്ന് മീഥൈൽ ഐസോസയനേറ്റ് വാതകം ചോർന്നുണ്ടായ ദുരന്തമാണ് ഭോപ്പാൽ ദുരന്തം. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ വ്യാവസായിക ദുരന്തങ്ങളിലൊന്നാണ്. ഐവാൻഹോ രചിച്ചത് ആര്? വാൾട്ടർ സ്കോട്ട്. ഐവാൻഹോ ഒരു ചരിത്ര നോവലാണ്. സ്കോട്ട്ലൻഡിലെ പ്രശസ്തനായ എഴുത്തുകാരൻ സർ വാൾട്ടർ സ്കോട്ട് 1819-ലാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. ചൈന ഇന്ത്യയെ ആക്രമിച്ച വർഷം?
1962 1962 ഒക്ടോബർ 20 ചൈന ഇന്ത്യയെ ആക്രമിച്ചതോടെയാണ് ഇന്ത്യ ചൈന യുദ്ധം ആരംഭിച്ചത്. ഹിമാലയൻ അതിർത്തി തർക്കങ്ങളായിരുന്നു ഈ യുദ്ധത്തിന് കാരണം. മാക്ബത്ത് രചിച്ചത് ആര്? വില്യം ഷേക്സ്പിയർ. വില്യം ഷേക്സ്പിയർ രചിച്ച ഒരു ദുരന്ത നാടകമാണ് മാക്ബത്ത്. ഇത് ഷേക്സ്പിയറുടെ ഏറ്റവും പ്രശസ്തമായ കൃതികളിലൊന്നാണ്. G8 എന്ന സംഘടന രൂപം കൊണ്ട വർഷം 1985. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളായ 8 രാജ്യങ്ങളുടെ കൂട്ടായ്മയായിരുന്നു G8. 1975 G6 ആയി രൂപം കൊണ്ട ഇത് 1985 കാനഡ ചേർന്നതോടെ G7 ആയി. 1985 ഗ്രീൻപീസിന്റെ റെയിൻബോ വാരിയർ എന്ന കപ്പലിനെ തകർത്ത രാജ്യം ഏത്? ഫ്രാൻസ്. 1985 ന്യൂസിലൻഡിലെ ഓക്ലൻഡ് തുറമുഖത്തുവെച്ച് ഗ്രീൻപീസിന്റെ കപ്പലായ റെയിൻബോ വാരിയറിനെ ഫ്രഞ്ച് രഹസ്യാന്വേഷണ ഏജന്റ്മാർ ബോംബിട്ട് തകർക്കുകയായിരുന്നു. ഫ്രാൻസിന്റെ ആണവ പരീക്ഷണങ്ങൾക്കെതിരെ ഗ്രീൻപീസ് നടത്തിയ പ്രതിഷേധങ്ങളാണ് ഇതിന് കാരണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏതു വർഷം നടന്ന തിരഞ്ഞെടുപ്പിലാണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയത്? 1984. ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകത്തെ തുടർന്നുള്ള സഹതാപ തരംഗത്തിൽ 1984 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ 415 സീറ്റുകൾ അധികാരത്തിലെത്തി. ഇത് ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഒരു പ്രധാന സംഭവമാണ്. തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രം മലയാളം പരിപാടികൾ സംപ്രേക്ഷണം ആരംഭിച്ച വർഷം 1985. തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രം 1985 മലയാളം പരിപാടികൾ സംപ്രേക്ഷണം ആരംഭിച്ചു. ഇത് കേരളത്തിലെ ദൃശ്യമാധ്യമ ചരിത്രത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലായിരുന്നു. ഗോവസൂരി പ്രയോഗം കണ്ടുപിടിച്ചത് ആര്? എഡ്വേർഡ് ജെന്നർ. വസൂരി രോഗത്തിനെതിരായുള്ള ആദ്യത്തെ വാക്സിൻ കണ്ടുപിടിച്ചത് എഡ്വേർഡ് ജെന്നറാണ്. 1796 അദ്ദേഹം ഗോവസൂരി ഉപയോഗിച്ച് നടത്തിയ പരീക്ഷണങ്ങൾ വാക്സിനേഷൻ എന്ന ആശയത്തിന് തുടക്കമിട്ടു. ഭ്രാന്തൻ ചാത്തൻ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? മാർത്താണ്ഡവർമ്മ. C.V. രാമൻപിള്ളയുടെ ചരിത്ര നോവലായ മാർത്താണ്ഡവർമ്മയിലെ ഒരു പ്രധാന കഥാപാത്രമാണ് ഭ്രാന്തൻ ചാത്തൻ. ഇത് മലയാളത്തിലെ ആദ്യകാല ചരിത്ര നോവലുകളിലൊന്നാണ്. ചെമ്പൻകുഞ്ഞ് ഏത് നോവലിലെ കഥാപാത്രമാണ്? ചെമ്മീൻ. തകഴി ശിവശങ്കരപ്പിള്ളയുടെ പ്രശസ്തമായ നോവലായ ചെമ്മീനിലെ ഒരു പ്രധാന കഥാപാത്രമാണ് ചെമ്പൻകുഞ്ഞ്. 1956 പ്രസിദ്ധീകരിച്ച ഈ നോവൽ മലയാള സാഹിത്യത്തിലെ ഒരു നാഴികക്കല്ലാണ്. ഭരണഘടനയുടെ 52ാം ഭേദഗതിയിലൂടെ 1985 രാഷ്ട്രീയക്കാരുടെ കൂറുമാറ്റത്തിനും അതുവഴി പാർട്ടികളുടെ പിളർപ്പിനും നിയന്ത്രണം കൊണ്ടുവന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? രാജീവ് ഗാന്ധി. 1985 രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെയാണ് കൂറുമാറ്റ നിരോധന നിയമം ഭരണഘടനയുടെ 52ാം ഭേദഗതിയിലൂടെ കൊണ്ടുവന്നത്. രാഷ്ട്രീയ സ്ഥിരത ഉറപ്പാക്കുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. ലോകത്തിലെ ഏറ്റവും വലിയ ആണവ ദുരന്തം 1986 നടന്ന ചെർണോബിൽ ഏതു രാജ്യത്താണ്? യുക്രൈൻ. 1986 ഏപ്രിൽ 26 യുക്രൈനിലെ ചെർണോബിൽ ആണവനിലയത്തിൽ നടന്ന ദുരന്തം ലോകത്തിലെ ഏറ്റവും വലിയ ആണവ അപകടമായി കണക്കാക്കപ്പെടുന്നു. ഇത് പരിസ്ഥിതിക്കും മനുഷ്യജീവനും വലിയ നാശം വരുത്തി. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം 1986. ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986 നിലവിൽ വന്നു. ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും തർക്കങ്ങൾ പരിഹരിക്കുന്നതിനുമായി രൂപകൽപ്പന ചെയ്ത ഒരു പ്രധാന നിയമമാണിത്. ഷൈലോക്ക് ഏത് കൃതിയിലെ കഥാപാത്രമാണ്? വെനീസിലെ വ്യാപാരി. വില്യം ഷേക്സ്പിയർ രചിച്ച വെനീസിലെ വ്യാപാരി എന്ന നാടകത്തിലെ ഒരു പ്രധാന കഥാപാത്രമാണ് ഷൈലോക്ക്, ഒരു ജൂത പലിശക്കാരൻ. ആവിയന്ത്രം കണ്ടുപിടിച്ചത് ആര്? ജെയിംസ് വാട്ട്. 1769 സ്കോട്ടിഷ് കണ്ടുപിടുത്തക്കാരനായ ജെയിംസ് വാട്ട് മെച്ചപ്പെട്ട ആവിയന്ത്രം കണ്ടുപിടിച്ചു. ഇത് വ്യാവസായിക വിപ്ലവത്തിന് വലിയ സംഭാവന നൽകി. പേച്ചിപ്പാറ അണക്കെട്ട് ഏത് സംസ്ഥാനത്താണ്?
തമിഴ്നാട്. തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ കോതയാർ നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ടാണ് പേച്ചിപ്പാറ. 1887-ൽ നിർമ്മാണം ആരംഭിച്ച ഇത് ഈ പ്രദേശത്തെ പ്രധാന ജലസേചന സ്രോതസ്സാണ്. ശാന്തിനികേതൻ ഏത് സംസ്ഥാനത്താണ്? പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാളിലെ ബിർഭൂം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സാംസ്കാരിക കേന്ദ്രമാണ് ശാന്തിനികേതൻ. രബീന്ദ്രനാഥ ടാഗോറിന്റെ പിതാവായ ദേവേന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ച ഇത് പിന്നീട് വിശ്വഭാരതി സർവകലാശാലയുടെ ആസ്ഥാനമായി മാറി. ഇന്ത്യയിലെ ആദ്യ ബയോസ്ഫിയർ റിസർവ് നിലവിൽ വന്ന വർഷം 1986. 1986-ൽ ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവായി നീലഗിരി ബയോസ്ഫിയർ റിസർവ് പ്രഖ്യാപിക്കപ്പെട്ടു. പശ്ചിമഘട്ടത്തിലെ ജൈവവൈവിധ്യം സംരക്ഷിക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. ഇന്ത്യയിൽ സ്പീഡ് പോസ്റ്റ് ആരംഭിച്ച വർഷം 1986. ഇന്ത്യൻ തപാൽ വകുപ്പ് 1986-ൽ സ്പീഡ് പോസ്റ്റ് സേവനം ആരംഭിച്ചു. വേഗമേറിയതും കാര്യക്ഷമവുമായ തപാൽ വിതരണം ഉറപ്പാക്കുക എന്നതായിരുന്നു ഈ സേവനത്തിന്റെ ലക്ഷ്യം. നോബൽ സമ്മാനം നേടിയ ആദ്യ ആഫ്രിക്കൻ സാഹിത്യകാരൻ ആര്? വോൾ സോയിങ്ക, നൈജീരിയ. 1986-ൽ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ നൈജീരിയൻ എഴുത്തുകാരനാണ് വോൾ സോയിങ്ക. ആഫ്രിക്കൻ സാഹിത്യത്തിൽ ഈ പുരസ്കാരം നേടുന്ന ആദ്യ വ്യക്തിയാണ് അദ്ദേഹം. ടെലിഫോൺ കണ്ടുപിടിച്ചത് ആര്? അലക്സാണ്ടർ ഗ്രഹാം ബെൽ. 1876-ൽ ടെലിഫോൺ കണ്ടുപിടിച്ച് പേറ്റന്റ് നേടിയത് അലക്സാണ്ടർ ഗ്രഹാം ബെൽ ആണ്. ഇത് ദൂരെയുള്ള ആളുകളുമായി ആശയവിനിമയം നടത്തുന്ന രീതിക്ക് വിപ്ലവം സൃഷ്ടിച്ചു. ബുദ്ധൻ ജനിച്ച വർഷം BC 563. ബുദ്ധമത സ്ഥാപകനായ സിദ്ധാർത്ഥ ഗൗതമൻ ബുദ്ധൻ ഏകദേശം BC 563-ൽ നേപ്പാളിലെ ലുംബിനിയിലാണ് ജനിച്ചത്. ബുദ്ധമതം ലോകമെമ്പാടും പ്രചരിപ്പിച്ചു. മലബാർ കലാപം നടന്ന വർഷം 1921. 1921-ൽ മലബാറിൽ നടന്ന കർഷക കലാപമാണ് മലബാർ ലഹള. ബ്രിട്ടീഷ് ഭരണത്തിനും ജന്മിത്വത്തിനുമെതിരെ നടന്ന ഈ കലാപം കേരള ചരിത്രത്തിലെ ഒരു പ്രധാന സംഭവമാണ്. ഡൈനാമിക് കണ്ടുപിടിച്ചത് ആര്? ആൽഫ്രഡ് നോബൽ. സ്വീഡിഷ് രസതന്ത്രജ്ഞനും എഞ്ചിനീയറുമായ ആൽഫ്രഡ് നോബൽ 1867-ൽ ഡൈനാമിക് കണ്ടുപിടിച്ചു. അദ്ദേഹത്തിന്റെ പേരിലാണ് നോബൽ സമ്മാനങ്ങൾ നൽകപ്പെടുന്നത്. വാസ്കോ ഡ ഗാമ ആദ്യം ഇന്ത്യയിൽ വന്ന വർഷം 1498. 1498 മെയ് 20-ന് വാസ്കോ ഡ ഗാമ കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് കടപ്പുറത്ത് കപ്പലിറങ്ങി. യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള പുതിയ കടൽമാർഗം കണ്ടെത്തിയത് ഇദ്ദേഹമാണ്. ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ എഡിസൺ. തോമസ് ആൽവ എഡിസൺ 1879-ൽ പ്രായോഗികമായ ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ചു. ഇത് രാത്രികാലങ്ങളിൽ ലോകത്തിന് വെളിച്ചം നൽകുന്നതിൽ വലിയ വിപ്ലവം സൃഷ്ടിച്ചു. ഓട്ടോമൊബൈലുകളുടെ പിതാവ് ആര്? കാൾ ബെൻസ്. ജർമ്മൻ എഞ്ചിനീയറായ കാൾ ബെൻസ് 1886-ൽ ആദ്യത്തെ പെട്രോൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഓട്ടോമൊബൈൽ നിർമ്മിച്ചു. ഇത് മോട്ടോർ വാഹന വ്യവസായത്തിന് തുടക്കമിട്ടു. നാഷണൽ കെമിക്കൽ ലബോറട്ടറി എവിടെയാണ്? പൂനെ. മഹാരാഷ്ട്രയിലെ പൂനെയിൽ സ്ഥിതി ചെയ്യുന്ന നാഷണൽ കെമിക്കൽ ലബോറട്ടറി ഇന്ത്യയിലെ പ്രമുഖ ഗവേഷണ സ്ഥാപനങ്ങളിലൊന്നാണ്. രാസശാസ്ത്ര മേഖലയിലെ ഗവേഷണങ്ങൾക്കാണ് ഇത് പ്രാധാന്യം നൽകുന്നത്. ഡോക്ടർ പൽപ്പു ജനിച്ച സ്ഥലം പേട്ട, തിരുവനന്തപുരം. കേരളത്തിലെ പ്രമുഖ സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളായ ഡോക്ടർ പൽപ്പു 1863-ൽ തിരുവനന്തപുരത്തെ പേട്ടയിൽ ജനിച്ചു. ഈഴവ സമുദായത്തിന്റെ ഉന്നമനത്തിനായി അദ്ദേഹം പ്രവർത്തിച്ചു. ശിവഗിരി തീർത്ഥാടനം ആരംഭിക്കുന്ന മാസം ഡിസംബർ. ശ്രീനാരായണ ഗുരുദേവൻ 1928-ൽ സ്ഥാപിച്ചതാണ് ശിവഗിരി തീർത്ഥാടനം. എല്ലാ വർഷവും ഡിസംബർ 30 മുതൽ ജനുവരി 1 വരെ ശിവഗിരിയിൽ നടക്കുന്ന ഈ തീർത്ഥാടനം ഗുരുവിന്റെ ദർശനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. പ്രകാശത്തിന്റെ വേഗത എത്ര ലക്ഷം മൈലാണ്? 1.86 ലക്ഷം മൈൽ.
ശൂന്യതയിൽ പ്രകാശത്തിന്റെ വേഗത ഏകദേശം 1.86 ലക്ഷം മൈൽ പ്രതി സെക്കൻഡ്, ഏകദേശം 3 ലക്ഷം കിലോമീറ്റർ പ്രതി സെക്കൻഡ് ആണ്. ഇത് പ്രപഞ്ചത്തിലെ ഏറ്റവും ഉയർന്ന വേഗതയായി കണക്കാക്കപ്പെടുന്നു. ഉദയസൂര്യന്റെ നാട്. ജപ്പാൻ. ജപ്പാനെ ഉദയസൂര്യന്റെ നാട് എന്ന് വിശേഷിപ്പിക്കുന്നു. കിഴക്ക് ദിശയിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ടും അവരുടെ ദേശീയ പതാകയിലെ സൂര്യന്റെ ചിഹ്നവും ഇതിന് കാരണമാണ്. 1000 തടാകങ്ങളുടെ നാട്. ഫിൻലൻഡ്. ഫിൻലൻഡിനെ 1000 തടാകങ്ങളുടെ നാട് എന്ന് വിശേഷിപ്പിക്കുന്നു. രാജ്യത്ത് ലക്ഷക്കണക്കിന് തടാകങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഈ പേര് ലഭിച്ചത്. ഡോക്ടർ പൽപ്പു ഏത് നാട്ടുരാജ്യത്തെ സർക്കാർ സർവീസിലാണ് സേവനമനുഷ്ഠിച്ചത്? മൈസൂർ. തിരുവിതാംകൂറിൽ ഈഴവ സമുദായത്തിൽപ്പെട്ടവർക്ക് സർക്കാർ ഉദ്യോഗം നിഷേധിക്കപ്പെട്ടപ്പോൾ ഡോക്ടർ പൽപ്പു മൈസൂർ സർക്കാർ സർവീസിൽ ചേരുകയായിരുന്നു. അവിടെ അദ്ദേഹം ഒരു വൈദ്യനായി സേവനമനുഷ്ഠിച്ചു. എം കെ മേനോന്റെ തൂലികാനാമം. വിലാസിനി. പ്രശസ്ത മലയാള സാഹിത്യകാരൻ എം കെ മേനോൻ വിലാസിനി എന്ന തൂലികാനാമത്തിലാണ് തന്റെ കൃതികൾ രചിച്ചിരുന്നത്. അവകാശികൾ പോലുള്ള നോവലുകൾ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ രചനകളാണ്. പ്രസിദ്ധമായ മീനാക്ഷി ക്ഷേത്രം എവിടെയാണ്? മധുര. തമിഴ്നാട്ടിലെ മധുരയിൽ സ്ഥിതി ചെയ്യുന്ന മീനാക്ഷി സുന്ദരേശ്വര ക്ഷേത്രം ഒരു പ്രധാന ഹൈന്ദവ ക്ഷേത്രമാണ്. ദ്രാവിഡ വാസ്തുവിദ്യയുടെ മികച്ച ഉദാഹരണങ്ങളിലൊന്നാണിത്. സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ മലയാളി വനിത ആര്? ജസ്റ്റിസ് എം ഫാത്തിമ ബീവി. ജസ്റ്റിസ് എം ഫാത്തിമ ബീവി 1989-ൽ സുപ്രീം കോടതി ജഡ്ജിയായി നിയമിതയായി. ഇന്ത്യയിൽ സുപ്രീം കോടതി ജഡ്ജിയാകുന്ന ആദ്യ വനിതയും ആദ്യ മുസ്ലിം വനിതയും ഇവർ തന്നെയാണ്. സിംബാബ്വേയുടെ പഴയ പേര്? സതേൺ റോഡേഷ്യ. ആഫ്രിക്കൻ രാജ്യമായ സിംബാബ്വെ സ്വാതന്ത്ര്യം നേടുന്നതിനു മുൻപ് സതേൺ റോഡേഷ്യ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. 1980-ലാണ് സിംബാബ്വെ ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയത്. UN ജനറൽ അസംബ്ലി പ്രസിഡന്റായ ആദ്യ വനിത ആര്? വിജയലക്ഷ്മി പണ്ഡിറ്റ്. 1953-ൽ UN ജനറൽ അസംബ്ലിയുടെ പ്രസിഡന്റായി വിജയലക്ഷ്മി പണ്ഡിറ്റ് തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ സ്ഥാനത്തെത്തുന്ന ആദ്യ വനിതയായിരുന്നു അവർ. കേരളത്തിലെ ആദ്യ ഗവർണർ ആര്? രാമകൃഷ്ണ റാവു. 1956-ൽ കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ ആദ്യ ഗവർണറായി നിയമിക്കപ്പെട്ടത് ഡോക്ടർ ബി രാമകൃഷ്ണ റാവു ആയിരുന്നു. ജവഹർലാൽ നെഹ്റു അന്തരിച്ചത്? 1964 മെയ് 27. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു 1964 മെയ് 27 അന്തരിച്ചു. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ രൂപീകരണത്തിൽ അദ്ദേഹത്തിന് വലിയ പങ്കുണ്ടായിരുന്നു. വേഴ്സായിൽസ് ഉടമ്പടി ഒപ്പുവെച്ച വർഷം? 1919. ഒന്നാം ലോകമഹായുദ്ധം അവസാനിപ്പിക്കാനായി 1919 ജൂൺ 28 ജർമ്മനിയും സഖ്യകക്ഷികളും തമ്മിൽ ഒപ്പുവെച്ച സമാധാന ഉടമ്പടിയാണ് വേഴ്സായിൽസ് ഉടമ്പടി. മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി? കരൾ. മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരൾ. ദഹനം, ഡീടോക്സിഫിക്കേഷൻ, പോഷക സംഭരണം തുടങ്ങിയ നിരവധി സുപ്രധാന പ്രവർത്തനങ്ങൾ ഇത് നിർവഹിക്കുന്നു. വിവാദമായ വില്ലുവണ്ടി യാത്ര നടത്തിയ നവോത്ഥാന നായകൻ? അയ്യങ്കാളി. കേരളത്തിലെ പ്രമുഖ സാമൂഹിക പരിഷ്കർത്താവായ അയ്യങ്കാളി 1893-ൽ പൊതുവഴിയിലൂടെ വില്ലുവണ്ടിയിൽ യാത്ര ചെയ്ത് ജാതിവിവേചനത്തിനെതിരെ പ്രതിഷേധിച്ചു. ഇത് കേരള നവോത്ഥാന ചരിത്രത്തിലെ ഒരു സുപ്രധാന സംഭവമാണ്. ഉദ്യാനവിരുന്ന് രചിച്ചത് ആര്? പണ്ഡിറ്റ് കറുപ്പൻ. കേരളത്തിലെ പ്രമുഖ കവിയും സാമൂഹിക പരിഷ്കർത്താവുമായ പണ്ഡിറ്റ് കെ പി കറുപ്പൻ രചിച്ച നാടകമാണ് ഉദ്യാനവിരുന്ന്. വൈക്കം സത്യാഗ്രഹ സമയത്ത് സവർണജാഥ സംഘടിപ്പിക്കാൻ ഉപദേശിച്ചത് ആര്? മഹാത്മാഗാന്ധി. 1924-ൽ നടന്ന വൈക്കം സത്യാഗ്രഹത്തോട് അനുബന്ധിച്ച് സവർണജാഥ സംഘടിപ്പിക്കാൻ ഗാന്ധിജി മുൻകൈയെടുത്തു. ഇത് തിരുവിതാംകൂറിലെ പിന്നോക്ക വിഭാഗക്കാർക്ക് ക്ഷേത്രങ്ങളിലേക്കും പൊതുവഴികളിലേക്കും പ്രവേശനം നേടുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു.
EMS ആദ്യത്തെ കേരള മുഖ്യമന്ത്രിയായി അധികാരമേറ്റ തീയതി 1957 ഏപ്രിൽ 5. 1957 ഏപ്രിൽ 5-ന് EMS നമ്പൂതിരിപ്പാട് കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയായി അധികാരമേറ്റു. ലോകത്ത് വോട്ടെടുപ്പിലൂടെ അധികാരത്തിലെത്തിയ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയായിരുന്നു ഇത്. ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം 1789. 1789-ൽ നടന്ന ഫ്രഞ്ച് വിപ്ലവം ഫ്രാൻസിന്റെ രാഷ്ട്രീയ സാമൂഹിക വ്യവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ വരുത്തി. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയായിരുന്നു ഈ വിപ്ലവത്തിന്റെ മുദ്രാവാക്യങ്ങൾ. ജവഹർലാൽ നെഹ്റു ജനിച്ച വർഷം 1889. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു 1889 നവംബർ 14-ന് അലഹബാദിൽ ജനിച്ചു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമരത്തിലും ആധുനിക ഇന്ത്യയുടെ നിർമ്മാണത്തിലും അദ്ദേഹത്തിന് വലിയ പങ്കുണ്ടായിരുന്നു. ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം 1951. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി 1951-ൽ ആരംഭിച്ചു. ഹാരോഡ് ഡോമർ മാതൃകയെ അടിസ്ഥാനമാക്കി കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടായിരുന്നു ഈ പദ്ധതി. UN ചാർട്ടർ ഒപ്പുവെച്ച വർഷം 1945. ഐക്യരാഷ്ട്രസഭയുടെ സ്ഥാപക ഉടമ്പടിയായ UN ചാർട്ടർ 1945 ജൂൺ 26-ന് സാൻ ഫ്രാൻസിസ്കോയിൽ വെച്ച് ഒപ്പുവെച്ചു. ഇത് ലോക സമാധാനവും സഹകരണവും ലക്ഷ്യമിടുന്നു. ആർദ്രത അളക്കുന്ന ഉപകരണം ഹൈഗ്രോമീറ്റർ. ഹൈഗ്രോമീറ്റർ എന്നത് വായുവിലെ ഈർപ്പം അഥവാ ആർദ്രത അളക്കുന്നതിനുള്ള ഉപകരണമാണ്. കാലാവസ്ഥാ നിരീക്ഷണത്തിലും വ്യാവസായിക ആവശ്യങ്ങൾക്കും ഇത് ഉപയോഗിക്കുന്നു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം 1600. 1600 ഡിസംബർ 31-ന് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി റോയൽ ചാർട്ടർ വഴി സ്ഥാപിതമായി. ഇന്ത്യയുൾപ്പെടെയുള്ള കിഴക്കൻ രാജ്യങ്ങളുമായി വ്യാപാരം നടത്തുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിലിറങ്ങിയ വർഷം 1969. 1969 ജൂലൈ 20-ന് അപ്പോളോ 11 ദൗത്യത്തിലൂടെ നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനും ചന്ദ്രനിലിറങ്ങി. ഇത് മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ ഒരു സുപ്രധാന നേട്ടമായിരുന്നു. പശ്ചിമബംഗാളിലെ റെയിൽവേ എഞ്ചിൻ ഫാക്ടറിയുടെ പേര് ചിത്തരഞ്ജൻ. പശ്ചിമബംഗാളിലെ ചിത്തരഞ്ജനിൽ സ്ഥിതി ചെയ്യുന്ന ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് വർക്ക്സ് CLW ഇന്ത്യൻ റെയിൽവേയുടെ പ്രധാനപ്പെട്ട എഞ്ചിൻ നിർമ്മാണശാലയാണ്. ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ സിസ്റ്റർ രാജഗോപാലാചാരി. സ്വതന്ത്ര ഇന്ത്യയുടെ ഏക ഇന്ത്യൻ ഗവർണർ ജനറലായിരുന്നു സിസ്റ്റർ രാജഗോപാലാചാരി. 1948 മുതൽ 1950 വരെ അദ്ദേഹം ഈ പദവി വഹിച്ചു. മാസ്റ്റർ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് പിറ്റ്യൂട്ടറി. മനുഷ്യശരീരത്തിലെ മാസ്റ്റർ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. ഇത് മറ്റ് ഗ്രന്ഥികളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ശരീരത്തിന്റെ വളർച്ചയെയും പ്രവർത്തനങ്ങളെയും സ്വാധീനിക്കുകയും ചെയ്യുന്നു. അറബിക്കടലിന്റെ റാണി എന്നറിയപ്പെടുന്നത് കൊച്ചി. കേരളത്തിലെ ഒരു പ്രധാന തുറമുഖ നഗരമായ കൊച്ചി അതിന്റെ പ്രകൃതിരമണീയമായ കാഴ്ചകളും ചരിത്രപരമായ പ്രാധാന്യവും കാരണം അറബിക്കടലിന്റെ റാണി എന്നറിയപ്പെടുന്നു. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളി ട്രോപോസ്ഫിയർ. ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളിയാണ് ട്രോപോസ്ഫിയർ. കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ മിക്കവാറും ഈ പാളിയിലാണ് സംഭവിക്കുന്നത്. പ്രഥമ ആധുനിക ഒളിമ്പിക്സിന് വേദിയായത് ഏതൻസ്. ആദ്യത്തെ ആധുനിക ഒളിമ്പിക്സ് ഗെയിംസ് 1896-ൽ ഗ്രീസിലെ ഏതൻസിൽ വെച്ച് നടന്നു. പിയറി ഡി കൂബർട്ടിന്റെ ശ്രമഫലമായാണ് പുരാതന ഒളിമ്പിക്സ് ഗെയിംസിനെ പുനരുജ്ജീവിപ്പിച്ചത്. ഇന്ത്യയിൽ റെയിൽവേ കൊണ്ടുവന്ന ഗവർണർ ജനറൽ ഡൽഹൌസി. ഇന്ത്യയിൽ റെയിൽവേ സംവിധാനം ആരംഭിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ഗവർണർ ജനറലായിരുന്നു ഡൽഹൌസി പ്രഭു. 1853-ൽ മുംബൈയിൽ നിന്ന് താനെയിലേക്ക് ആദ്യത്തെ ട്രെയിൻ സർവീസ് ആരംഭിച്ചു. ഹരിജൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആര്? മഹാത്മാഗാന്ധി.
മഹാത്മാഗാന്ധി 1933 ആരംഭിച്ച പത്രമാണ് ഹരിജൻ. ദളിതരുടെ ഉന്നമനത്തിനും സാമൂഹിക സമത്വത്തിനും വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയായിരുന്നു ഈ പ്രസിദ്ധീകരണത്തിന്റെ ലക്ഷ്യം. മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയായ ഫീമർ എവിടെയാണ്? തുട. മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയാണ് ഫീമർ അഥവാ തുടയെല്ല്. ശരീരത്തിലെ ഭാരം താങ്ങുന്നതിൽ ഇത് പ്രധാന പങ്ക് വഹിക്കുന്നു. കോളറയ്ക്ക് കാരണമായാണു ബാക്ടീരിയ. വിബ്രിയോ കോളറെ, വൈബ്രിയോ കോളറെ എന്ന ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ് കോളറ. ശുചിത്വമില്ലായ്മയാണ് ഇത് പടർന്നുപിടിക്കുന്നതിനുള്ള പ്രധാന കാരണം. സ്പിന്നിംഗ് ജെന്നി കണ്ടുപിടിച്ചത് ആര്? ഹാർഗ്രീവ്സ്. 1764 ജെയിംസ് ഹാർഗ്രീവ്സ് സ്പിന്നിംഗ് ജെന്നി കണ്ടുപിടിച്ചു. ഒന്നിലധികം നൂലുകൾ ഒരേ സമയം നൂൽക്കാൻ സഹായിച്ച ഈ യന്ത്രം വ്യാവസായിക വിപ്ലവത്തിലെ ഒരു പ്രധാന കണ്ടുപിടുത്തമായിരുന്നു. ഇന്ത്യയുടെ പൂന്തോട്ടം. കാശ്മീർ. കാശ്മീർ താഴ്വര അതിന്റെ അതിമനോഹരമായ പ്രകൃതി സൗന്ദര്യം കാരണം ഇന്ത്യയുടെ പൂന്തോട്ടം എന്നറിയപ്പെടുന്നു. മനോഹരമായ തടാകങ്ങളും പൂന്തോട്ടങ്ങളും പർവ്വതങ്ങളും ഇവിടെയുണ്ട്. ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ ഫാക്ട് എവിടെയാണ്? ആലുവ. ഇന്ത്യയിലെ ഏറ്റവും പഴയതും വലിയതുമായ രാസവള നിർമ്മാണ കമ്പനികളിലൊന്നായ ഫാക്ട് എറണാകുളം ജില്ലയിലെ ആലുവയിലാണ് സ്ഥിതി ചെയ്യുന്നത്. തിരുവിതാംകൂറിൽ കുടിക്കാര സമ്പ്രദായം അഥവാ ദേവദാസി വ്യവസ്ഥ നിർത്തലാക്കിയ ഭരണാധികാരി? സേതുലക്ഷ്മി ബായി. തിരുവിതാംകൂറിലെ റീജന്റ് റാണിയായിരുന്ന സേതുലക്ഷ്മി ബായി 1928 ദേവദാസി സമ്പ്രദായം നിർത്തലാക്കാനുള്ള നിയമം പാസാക്കി. ഇത് സാമൂഹിക പരിഷ്കരണത്തിലെ ഒരു സുപ്രധാന ചുവടുവെപ്പായിരുന്നു. ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ ആദ്യമായി സ്ഥാപിച്ച സ്ഥലം? തലശ്ശേരി. സാമൂഹിക പരിഷ്കർത്താവായ ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ പ്രതിമ 1927 കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിൽ സ്ഥാപിക്കപ്പെട്ടു. വിമോചന സമരകാലത്ത് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ ജീവശിഖാജാഥ ആരംഭിച്ച സ്ഥലം? തലശ്ശേരി. 1959 കേരളത്തിൽ നടന്ന വിമോചന സമരത്തിന്റെ ഭാഗമായി മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ തലശ്ശേരിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ജീവശിഖാജാഥ ആരംഭിച്ചു. ഇത് എം.എസ്. മന്ത്രിസഭയെ താഴെയിറക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. ഊഴിയം വേലക്കെതിരെ സമരം നയിച്ചത് ആര്? അയ്യ വൈകുണ്ഠർ. 19-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂറിൽ നിലനിന്നിരുന്ന ഊഴിയം വേലക്കെതിരെ നിർബന്ധിത വേല സമരം നയിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് അയ്യ വൈകുണ്ഠർ. ജ്ഞാനപീഠം സ്ഥാപിച്ചത് ആര്? ശാന്തിപ്രസാദ് ജെയിൻ. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സാഹിത്യ പുരസ്കാരങ്ങളിലൊന്നായ ജ്ഞാനപീഠം, ഭാരതീയ ജ്ഞാനപീഠ ട്രസ്റ്റ് സ്ഥാപകൻ ശാന്തിപ്രസാദ് ജെയിനാണ് 1961 സ്ഥാപിച്ചത്. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് ആര്? സ്വാമി വിവേകാനന്ദൻ. 1897 കേരളം സന്ദർശിച്ച സ്വാമി വിവേകാനന്ദൻ അക്കാലത്ത് നിലനിന്നിരുന്ന കടുത്ത ജാതി വിവേചനങ്ങളെയും അനാചാരങ്ങളെയും ചൂണ്ടിക്കാട്ടി കേരളത്തെ ഒരു ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചു. ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെട്ടത് ആര്? സമുദ്രഗുപ്തൻ. ഗുപ്ത സാമ്രാജ്യത്തിലെ ശക്തനായ ഭരണാധികാരിയായിരുന്ന സമുദ്രഗുപ്തൻ തന്റെ സൈനിക വിജയങ്ങളുടെ പേരിൽ ചരിത്രകാരനായ വി.എ. സ്മിത്ത് ആണ് ഇന്ത്യൻ നെപ്പോളിയൻ എന്ന് വിശേഷിപ്പിച്ചത്. കേരള ഗവർണറായ ആദ്യ വനിത ആര്? ജ്യോതി വെങ്കിടാചലം. 1982 മുതൽ 1987 വരെ കേരളത്തിന്റെ ഗവർണറായി സേവനമനുഷ്ഠിച്ച ജ്യോതി വെങ്കിടാചലം കേരളത്തിന്റെ ആദ്യ വനിതാ ഗവർണറായിരുന്നു. റിപ്പബ്ലിക് ദിന പരേഡ് ഡൽഹിയിൽ എവിടെയാണ് നടക്കുന്നത്? രാജ്പഥ്. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡ് ന്യൂഡൽഹിയിലെ രാജ്പഥിൽ ഇപ്പോൾ കർത്തവ്യപഥ് ആണ് നടക്കുന്നത്. ഇന്ത്യൻ സൈനിക ശക്തിയും സാംസ്കാരിക വൈവിധ്യവും ഇത് പ്രദർശിപ്പിക്കുന്നു. സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാദമി എവിടെയാണ്? ഹൈദരാബാദ്. ഇന്ത്യൻ പോലീസ് സർവീസിലെ ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുന്ന സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാദമി തെലങ്കാനയിലെ ഹൈദരാബാദിലാണ് സ്ഥിതി ചെയ്യുന്നത്.
ചെടികളെ ചെറിയ രൂപത്തിൽ വളർത്തുന്ന കല. ബോൺസായി. ബോൺസായി എന്നത് മരങ്ങളെയും കുറ്റിച്ചെടികളെയും ചെറിയ പാത്രങ്ങളിൽ കൃത്യമായി പരിപാലിച്ച് ചെറിയ രൂപത്തിൽ വളർത്തുന്ന ഒരു ജാപ്പനീസ് കലാരൂപമാണ്. ബൈക്കൽ തടാകം ഏത് രാജ്യത്ത്? റഷ്യ. ലോകത്തിലെ ഏറ്റവും ആഴമേറിയതും ഏറ്റവും കൂടുതൽ ശുദ്ധജലം ഉൾക്കൊള്ളുന്നതുമായ തടാകമാണ് സൈബീരിയയിലെ ബൈക്കൽ തടാകം. റഷ്യയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എവിടെയാണ്? തുമ്പ, തിരുവനന്തപുരം. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിന്റെ ഇസ്രോ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് തിരുവനന്തപുരത്തെ തുമ്പയിൽ സ്ഥിതി ചെയ്യുന്ന വിക്രം സാരാഭായ് സ്പേസ് സെന്റർ. റോക്കറ്റുകളുടെയും ബഹിരാകാശ വാഹനങ്ങളുടെയും രൂപകൽപ്പനയിലും നിർമ്മാണത്തിലുമാണ് ഇത് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇരുമ്പിന്റെ കുറവ് മൂലമുണ്ടാകുന്ന അസുഖം? അനീമിയ. ശരീരത്തിൽ ഇരുമ്പിന്റെ അംശം കുറയുമ്പോൾ രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് കുറയുകയും അനീമിയ അഥവാ വിളർച്ച എന്ന അവസ്ഥയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ ദ്വീപ്? ബഹ്റൈൻ. പേർഷ്യൻ ഗൾഫിലെ ഒരു ദ്വീപ് രാഷ്ട്രമാണ് ബഹ്റൈൻ. അറബ് ലോകത്തിലെ ഒരു പ്രധാന സാമ്പത്തിക കേന്ദ്രമാണിത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപവൽകൃതമായ വർഷം? 1885. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1885 ഡിസംബർ 28 മുംബൈയിൽ എ.ഒ. ഹ്യൂമിന്റെ നേതൃത്വത്തിൽ രൂപീകൃതമായി. ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിൽ ഇത് ഒരു പ്രധാന പങ്കുവഹിച്ചു. ഭൂദാന പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ്? ആചാര്യ വിനോബ ഭാവെ. 1951 ആചാര്യ വിനോബ ഭാവെ ആരംഭിച്ച ഭൂദാന പ്രസ്ഥാനം ഭൂവുടമകളെ അവരുടെ ഭൂമി പാവപ്പെട്ട കർഷകർക്ക് ദാനം ചെയ്യാൻ പ്രേരിപ്പിച്ചു. ഗ്രാമീണ ഇന്ത്യയിലെ അസമത്വം കുറയ്ക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി? സഹാറ. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ സ്ഥിതി ചെയ്യുന്ന സഹാറ മരുഭൂമി ലോകത്തിലെ ഏറ്റവും വലിയ ചൂടുള്ള മരുഭൂമിയാണ്. ഇതിന് ഏകദേശം 9.2 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുണ്ട്.